നമുക്ക് ഇന്ന് സയൻസിൽ പഠിക്കേണ്ടത് പ്രീവിയസ് ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ്. ടുഡേ പഠിക്കേണ്ടത് ഫ്ലവേഴ്സിന്റെ ഫങ്ഷൻസ്, പിന്നെ എന്താണ് ആ ഫ്ലവേഴ്സിന്റെ പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. എന്താണ് പെറ്റൽസ്, സെപ്പൽ പഠിക്കണം. പെറ്റൽസ്, സെപ്പൽ, then functions of flower. then എന്താ പഠിക്കേണ്ടത്? സീഡ്, ഫ്രൂട്ട് പഠിക്കണം. then പുതിയ വേർഡ്സ് ജെർമിനേഷൻ, എഡിബിൾ സീഡ്സ്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് വിശദമായിട്ട് ടെക്സ്റ്റ് ടീച്ചർ വായിച്ച് പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇതിലെ പോർഷൻസിൽ നിന്നും സം ഹാർഡ് വേർഡ്സ് ഉണ്ട് കേട്ടോ. ടീച്ചർ അത് ബോർഡിൽ എഴുതിയിട്ടേക്കുന്നു. എല്ലാവരും നോക്കുക, ബോർഡിലേക്ക് നോക്കുക. ക്ലോറോഫിൽ എന്താണ്? ക്ലോറോഫിൽ, പെറ്റൽസ്, സെപ്പൽ, നെക്ടർ എന്താണ്? നെക്ടർ, ജെർമിനേഷൻ, എഡിബിൾ സീഡ്സ് എന്താണ്? ജെർമിനേഷൻ, എഡിബിൾ സീഡ്സ്. ക്ലോറോഫിൽ, പെറ്റൽസ്, സെപ്പൽ, നെക്ടർ, ജെർമിനേഷൻ, edible seeds. Okay. Knowledge bank. Leaves are green in color because of substance called chlorophyll. Chlorophyll helps plants to make their food. നോക്കിയേ, ടെക്സ്റ്റ് പേജ് നമ്പർ 99 ആണ്. നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് ഫ്ലവർ ആണ്. ദെൻ ലീഫിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നോളജ് ബാങ്ക് പറയുന്നത്. ലീവ്സ് ആർ ഗ്രീൻ ഇൻ കളർ ബിക്കോസ് ഓഫ് സബ്സ്റ്റൻസ് കാൾഡ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പദാർത്ഥം കാരണം ഇലകൾക്ക് പച്ച നിറമുണ്ട്. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ഒന്നാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ഹെൽപ്സ് പ്ലാന്റ്സ് ടു മേക്ക് ദെയർ ഫുഡ്. എന്താണ് ക്ലോറോഫിൽ? സസ്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ദെൻ ഫ്ലവേഴ്സ് ഗ്രോ ഓൺ ദ സ്റ്റെം. തണ്ടിൽ ഫ്ലവേഴ്സ് വളരുന്നു എന്നാണ് പറയുന്നത്. ദ ഡിഫർ ഗ്രേറ്റ്ലി ഇൻ ദെയർ കളർ, ഷേപ്പ് ആൻഡ് സൈസ്. അവയുടെ നിറം, ആകൃതി എന്നിവയിൽ വളരെ വ്യത്യാസമുണ്ട്. ദ ബ്രൈറ്റ്ലി കളേർഡ് പാർട്ട് ഓഫ് ദ ഫ്ലവേഴ്സ് ആർ കാൾഡ് പെറ്റൽസ്. പൂക്കളുടെ നിറമുള്ള ഭാഗത്തെ എന്ത് പറയുന്നു? പെറ്റൽസ് എന്ന് പറയുന്നു. ഇവിടെ നോക്കിയേ കണ്ടോ? ടീച്ചർ ഒരു ഫ്ലവർ കാണിക്കുവാണ്. ഈ ഫ്ലവറിൽ എന്താണ് കാണുന്നത്? നോക്കി, റെഡ് കളർ ഫ്ലവർ ആണ്. ഇതാണ് ദളങ്ങൾ എന്ന് പറയുന്നത്. ദളങ്ങൾ, പെറ്റൽസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിലുണ്ട് ഒരു ഫ്ലവർ കാണിച്ചേക്കുന്നു, പെറ്റൽസും സെപ്പലും. കണ്ടല്ലോ, പെറ്റൽസ് എന്ന് പറയുന്നത് ഈ റെഡ് കണ്ടല്ലോ. ദളങ്ങൾ ഫ്ലവറിന്റെ ദളങ്ങളാണ് പെറ്റൽസ് എന്ന് പറയുന്നത്. ദ ഗ്രീൻ പാർട്ട് ഓഫ് ദ എൻക്ലോസേഴ്സ് ദ ഫ്ലവർ ഇൻ ദ ബഡ് ഈസ് കാൾഡ് സെപ്പൽ. എന്താണ്? ഗ്രീൻ പാർട്ട് ദാറ്റ് എൻക്ലോസേഴ്സ് ദ ഫ്ലവർ. ഗ്രീൻ പാർട്ട് ഇവിടെ കണ്ടോ, ഈ ഗ്രീൻ പാർട്ടാണ് സെപ്പൽ എന്ന് പറയുന്നത്. മുകുളത്തിൽ വെച്ചേക്കുന്നത് ഫ്ലവറിനെ എന്താണ്? ഫ്ലവറിനെ പുഷ്പത്തെ മുകുളത്തിൽ ഉൾക്കൊള്ളുന്ന പച്ച ഭാഗത്തെയാണ് സെപ്പൽ എന്ന് പറയുന്നത്. ഫ്ലവറിനെ മുകുളത്തിൽ ഉൾക്കൊള്ളിക്കുന്ന പച്ച ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? സെപ്പൽ എന്ന് പറയുന്നത്. ഇതാണ് സെപ്പൽ. ഇതെവിടെ ഉണ്ട് കണ്ടല്ലോ, സെപ്പൽ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ ഫ്ലവർ. എന്താണ് ഇത്? ഫ്ലവറിനെ സംരക്ഷിക്കുന്ന ഒന്നാണ് ഈ സെപ്പൽ. കണ്ടല്ലോ, മനസ്സിലായോ? സെപ്പൽ ഈസ് ദിസ്, പെറ്റൽ ഈസ് ദിസ്. ദളങ്ങൾ, ഇതാണ് ദളങ്ങൾ, പെറ്റൽസ്, ഇത് സെപ്പൽ. കണ്ടല്ലോ? ഓക്കെ, ക്ലിയർ. നോളജ് ബാങ്ക്. Some flowers have nectar in them. Nectar is a sweet smelling substance which attracts insects towards the flower. എന്താ പറയുന്നത് നോളജ് ബാങ്കിൽ? സം ഫ്ലവേഴ്സ്, ചില പൂക്കൾക്ക് അമൃതുണ്ട്. പുഷ്പത്തിലേക്ക് പ്രാണികളെ ആകർഷിക്കുന്ന മണമുള്ള വസ്തുവാണ് അമൃതം എന്ന് പറയുന്നത്. എന്താ അതിനെ പറയുന്നതാണ്? നെക്ടറാണ് അമൃതം എന്ന് പറയുന്നത്. നെക്ടർ ഈസ് ദ സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് വിച്ച് അട്രാക്ട്സ് ഇൻസെക്ട്സ് ടുവേഴ്സ് ദ ഫ്ലവർ. പ്രാണികളെ ആകർഷിക്കുന്ന മണമുള്ള ഒരു അമൃതമുണ്ട്, അതിനെയാണ് നെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. ഫങ്ഷൻസ് ഓഫ് ദ ഫ്ലവർ. ഫസ്റ്റ് വൺ, ഇറ്റ് ടേൺസ് ഇൻടു ഫ്രൂട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ്. എന്താണ് പറയുന്നത്? മിക്ക ചെടികളിലും ഇത് ഫലമായി മാറുന്നു. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് മേക്സ് ദ പ്ലാന്റ്
ലുക്ക് പ്രെറ്റി ആൻഡ് അട്രാക്റ്റീവ്. ഇത് ചെടിയെ മനോഹരവും ആകർഷകവുമാക്കുന്നു. പ്രെറ്റിയും അട്രാക്റ്റീവ്നെസ്സും ഉണ്ടാക്കുന്നു. കേട്ടോ. ഫ്രൂട്ട്. എ ഫ്ലവർ ടേൺസ് ഇൻടു എ ഫ്രൂട്ട്. ഒരു പുഷ്പം പഴമായി മാറുന്നു. ഫ്രൂട്ട് കണ്ടെയ്ൻസ് സീഡ്സ്. ഫ്രൂട്ടിൽ എന്താ അടങ്ങിയിരിക്കുന്ന? പഴങ്ങളിൽ വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. ഡിഫറെൻറ്റ് ഫ്രൂട്ട് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് നമ്പേഴ്സ് ഓഫ് സീഡ്സ്. വ്യത്യസ്ത പഴങ്ങളിൽ വ്യത്യസ്ത തരം എണ്ണകളും വിത്തുകളും അടങ്ങിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ കണ്ടെയ്ൻസ് എ ഫ്യൂ സ്മോൾ സീഡ്സ്. ആപ്പിളിലുള്ളത് കുറച്ച് വിത്തുകളാണ്, ചെറിയ കുറച്ച് വിത്തുകളാണ്. വൈൽ മാംഗോ കണ്ടെയ്ൻസ്. ടീച്ചർ ഇതാ ഇവിടെ ഒരു മാംഗോ കണ്ടോ? ഇതേ നോക്കിയേ, കണ്ടോ? മാംഗോ കണ്ടെയ്ൻസ് എന്താണ്? ബിഗ് കണ്ടെയ്ൻസ് എ സിംഗിൾ ലാർജ് സീഡാണ്. കണ്ടോ? സിംഗിൾ ലാർജ് സീഡാണ് മാംഗോ ഫ്രൂട്ട്. കണ്ടോ? മാംഗോ ഫ്രൂട്ടിൻ്റെ സീഡാണ് ടീച്ചർ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. കണ്ടോ? ഓക്കെ, ക്ലിയർ. മാംഗോ കണ്ടെയ്ൻസ് എ സിംഗിൾ ലാർജ് സീഡ്. പോമിഗ്രാനറ്റ് ഹാസ് മെനി സ്മോൾ സീഡ്സ്. അല്ലേ? അറിയാലോ, മാതളത്തിൽ കുറച്ച് കുഞ്ഞായിട്ടുള്ള സീഡ്സ് ഉണ്ട്. യെസ്. ദെൻ functions of the fruit. A fruit's main function is to protect the seed. ഒരു പഴത്തിന്റെ പ്രധാന പ്രവർത്തനം വിത്ത് സംരക്ഷിക്കുക എന്നതാണ്. Second one, fruit of most of the plants are edible and are eaten by us. Orange, mango and apple are some fruits. എന്താണ് പറയുന്നത്? മിക്ക ചെടികളുടെയും പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. അവ നമ്മൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഏതൊക്കെയാണ് ഭക്ഷിക്കുന്നത്? ഓറഞ്ച്, മാംഗോ ആൻഡ് ആപ്പിൾ ആർ സം ഫ്രൂട്ട്സ്. നോളജ് ബാങ്ക്. നോട്ട് ഓൾ പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ്സ്. ഫോർ എക്സാമ്പിൾ, ബനാന. കണ്ടോ? എന്താണ്? സീഡ്സിൽ നിന്നും അല്ലാതെ വളരുന്നതാണ് ബനാന. യെസ്. ഫങ്ഷൻസ് ഓഫ് ദ സീഡ്. ദ മേജർ ഫങ്ഷൻ ഓഫ് എ സീഡ്. Seeds are contained mostly in the fruit. Seeds of different plants differ in their size, shape and color. മിക്കവാറും പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്താണ്? വ്യത്യസ്ത സസ്യങ്ങളുടെ വിത്തുകൾ അല്ലേ? അവയെല്ലാം സൈസ്, ഷേപ്പ്, കളർ ഇതിലെല്ലാത്തിലുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലേ? സീഡ്സ് ആർ കണ്ടെയ്ൻഡ് മോസ്റ്റ്ലി ഇൻ ദ ഫ്രൂട്ട്. ഫ്രൂട്ടിലാണ് കൂടുതലായും സീഡ്സ് കണ്ടുവരുന്നത്. യെസ്. ഫങ്ഷൻസ് ഓഫ് ദ സീഡ്. The major function of a seed is to give rise to a new plant. ഒരു വിത്തിന്റെ പ്രധാന പ്രവർത്തനം ഒരു പുതിയ ഉത്ഭവമാണ്. To be able to grow into a new and healthy plant. എന്താണ്? ചെടി പുതിയതും ആരോഗ്യകരവുമായ ഒരു ചെടിയായി വളരാൻ ഒരു വിത്തിന് വെള്ളവും മണ്ണും സൂര്യപ്രകാശവും ആവശ്യമാണ് അല്ലേ? അങ്ങനെയാ പറയുന്നത് ഇവിടെ. നോക്കിയേ. ടു ബി ഏബിൾ ടു ഗ്രോ ഇൻ ടു എ ന്യൂ ആൻഡ് ഹെൽത്തി പ്ലാന്റ് എ സീഡ് നീഡ്സ് വാട്ടർ, സോയിൽ ആൻഡ് സൺലൈറ്റ്. വെള്ളവും മണ്ണും സൂര്യപ്രകാശവും ആവശ്യമാണ് അല്ലേ? യെസ്. ഒരു ചെടിയായി വളരാൻ ഒരു വിത്തിന് വെള്ളവും. ദ പ്രോസസ് by which a seed grows into a new plant is called germination. The process by which a seed grows into a new plant is called germination. ഒരു വിത്ത് പുതിയ ചെടിയായി വളരുന്നതിനെ മുളപ്പിക്കൽ എന്ന് വിളിക്കുന്നു. എന്താണ് മുളപ്പിക്കൽ എന്ന് വിളിക്കുന്നത്? ജെർമിനേഷൻ. കേട്ടോ? ഒരു വിത്ത് പുതിയ ചെടിയായി വളരുന്നതിനെ ജെർമിനേഷൻ എന്ന് വിളിക്കുന്നു. സെക്കൻഡ് വൺ, we eat seeds of plants like wheat, rice, corn and gram. Such seeds are called edible seeds. We eat seeds of plants like wheat, rice, corn and gram. Such seeds are called edible seeds. എന്താണ് പറയുന്നത്? ഗോതമ്പ്, അരി, ധാന്യം, പയർ എന്നിവ പോലുള്ള സസ്യങ്ങളുടെ വിത്തുകൾ നാം കഴിക്കുന്നു. അത്തരം വിത്തുകളെ ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ എന്ന് വിളിക്കുന്നു. അത്തരം വിത്തുകളെ ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ, എഡിബിൾ സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ എന്ന് വിളിക്കുന്നു. നോക്കിയേ. നോളജ് ബാങ്ക്. ടൊമാറ്റോസ്, ജാക്ക് ഫ്രൂട്ട് ആൻഡ് ബ്രിഞ്ചൽസ് ആർ fruits in scientific terms because they contain seeds, but they are often categorized as vegetables since they are cooked and then eaten. എന്താണ് പറയുന്നത്? തക്കാളി, ചക്ക, വഴുതനങ്ങ എന്നിവ ശാസ്ത്രീയമായ പഴങ്ങളാണ്. കാരണം അവയിൽ വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ അവ പാകം ചെയ്ത് കഴിക്കുന്നതിനാൽ അവ പലപ്പോഴും പച്ചക്കറികളായി
തരംതിരിക്കുന്നു. ഒന്നുകൂടെ ടീച്ചർ വായിക്കുന്നു. ടൊമാറ്റോസ്, ജാക്ക് ഫ്രൂട്ട് ആൻഡ് ബ്രിഞ്ചൽസ് ആർ ഫ്രൂട്ട്സ് ഇൻ സയന്റിഫിക് ടേംസ് ബിക്കോസ് ദേ കണ്ടെയ്ൻ സീഡ്സ്. അല്ലേ? തക്കാളി, ചക്ക, വഴുതനങ്ങ എന്നിവ ശാസ്ത്രീയമായ പഴങ്ങളാണ്, കാരണം അവയിൽ വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ബട്ട് ദേ ആർ ഓഫൺ കാറ്റഗറൈസ്ഡ് ആസ് വെജിറ്റബിൾസ് സിൻസ് ദേ ആർ കുക്ക്ഡ് ആൻഡ് ദെൻ ഈറ്റൺ. എന്നാൽ അവ പാകം ചെയ്ത് കഴിക്കുന്നതിനാൽ അവ പലപ്പോഴും പച്ചക്കറികളായി തരംതിരിക്കുന്നു. ക്ലോറോഫിൽ, ക്ലോറോഫിൽ, പെറ്റൽസ്, പെറ്റൽസ്, ക്ലോറോഫിൽസ്, CHLOROPHYLL, ക്ലോറോഫിൽ. പെറ്റൽസ്, PETALS, പെറ്റൽസ്. സെപ്പൽ, സെപ്പൽ, SEPAL, സെപ്പൽ. നെക്ടർ, NECTAR, നെക്ടർ. ജെർമിനേഷൻ, GERMINATION, ജെർമിനേഷൻ. എഡിബിൾ സീഡ്സ്, എന്താണ്? എഡിബിൾ സീഡ്സ്, EDIBLESEEDS, എഡിബിൾ സീഡ്സ്. ആൾ ആർ ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് ക്ലിയർലി റൈറ്റ്. ഓക്കെ, ടീച്ചർ നീറ്റായിട്ട് എഴുതി വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവരും പഠിക്കാനായിട്ട് റെഡി ആയിരിക്കുവാണല്ലേ? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് റിവൈസ് ചെയ്തായിരുന്നു, 2 ചാപ്റ്റേഴ്സ് വീതം റിവൈസ് ചെയ്ത് വരികയായിരുന്നു. ഇന്ന് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത് ദ ഡോൾസ് ഫെസ്റ്റിവൽ ആണ്. ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലേ, ഇതുവരെ നമുക്ക് ടേം എക്സാമിനുള്ളൂ. അപ്പോൾ ഡോൾസ് ഫെസ്റ്റിവൽ ആണ് നമ്മളിന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ടെസ്റ്റ് പേപ്പർ തേഴ്സ്ഡേ ആണ് കേട്ടോ. ഈ വരുന്ന തേഴ്സ്ഡേ, അതായത് നാളെയാണ് ടെസ്റ്റ് പേപ്പർ. ഓക്കെ, all of you take your textbook, page number 21 എടുക്കൂ. 2121 the dolls festival. the dolls festival നമ്മൾ ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ? ഡോൾസ് ഫെസ്റ്റിവൽ ഒരു സ്റ്റോറി ആയിരുന്നു പഠിച്ചത്. എന്തൊക്കെയായിരുന്നു അതിൽ പറഞ്ഞത്? പാവകളുടെ ഉത്സവമാണ് എന്ത്? ഗോലു. ഗോലു ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഡോൾ സെലിബ്രേറ്റഡ് ഇൻ, എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? തമിഴ്നാടു. തമിഴ്നാട്ടിലാണ് ഗോലു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ഫെസ്റ്റിവൽസ്, നമുക്ക് ഒരുപാട് ഫെസ്റ്റിവൽസിനെ കുറിച്ചൊക്കെ അറിയാം. നമ്മൾ മീറ്റിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? നമ്മൾ സ്പെഷ്യലായിട്ട് ഏതൊക്കെ ഫെസ്റ്റിവൽസാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓണം, ക്രിസ്മസ്, ദിവാലി, കാർത്തിക, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട് അല്ലേ? നമ്മൾ കളർഫുൾ ക്ലോത്ത്സും മീറ്റ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്, അവരുടെ വീടുകളിൽ പോവാറുണ്ട്, ഗിഫ്റ്റ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്, അങ്ങനെ ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ഒരു ആഘോഷത്തിനെ, സെലിബ്രേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഡോൾസ് ഫെസ്റ്റിവലിൽ പഠിച്ചത് അല്ലേ? ഗോലു ഇസ് എ ഫെസ്റ്റിവൽ ഓഫ് ഡോൾ സെലിബ്രേറ്റഡ് ഇൻ തമിഴ്നാടു. അങ്ങനെ എന്താണ് അവർ ഈ ആഘോഷം? ആളുകൾ ദുർഗാദേവിയെയാണ് ആരാധിക്കുന്നത്. ദുർഗാദേവിയാണ് അവർ ആരാധിക്കുക. ദുർഗാദേവിയെ ആരാധിക്കുന്നു. പിന്നെ എന്താണ്? കുട്ടികളും വലിയ മുതിർന്നവരൊക്കെ ഒരു വലിയ സ്റ്റാൻഡിൽ പാവകളെ ക്രമീകരിക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള പാവകളാണ് അവർ കൂടുതലും ചെയ്യുന്നത്? ഗോഡസസിൻ്റെയും പീപ്പിളിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെയാണ് അവർ കളക്ട് ചെയ്യുന്നത്. കളക്ട് ചെയ്ത് എന്താണ്? എന്ത് ഓർഡറിലാണ്? ഓഡ് നമ്പേഴ്സ് ഓഫ് സ്റ്റെപ്പിലാണ് അല്ലേ? 3 ലൈക്ക് 3, 5, 7 or 9 അങ്ങനെ പല ഓർഡറിലും വയ്ക്കുന്നു. പിന്നെ എന്താണ്? ഗോലു സ്പെഷ്യൽ ഡിഷ് പഠിച്ചായിരുന്നു. പിന്നെ ഇതിനോട് ഒരേപോലെ ഇരിക്കുന്ന സിമിലർ ആയിട്ടുള്ള ഗോലുവിൻ്റെ സിമിലർ ഫെസ്റ്റിവലാണ് ഹിനമാറ്റ്സുരി. അതെവിടെയാണ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജാപ്പനീസിൽ. അങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ ഫുഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഹിനമാറ്റ്സുരി എന്താണ്? ഗേൾസ് ഡേ എന്നാണ് പറയുന്നത്. ഒരു സ്വീറ്റ് ഡ്രിങ്കിൻ്റെ പേരൊക്കെ പഠിച്ചായിരുന്നു. അമസെക്ക് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. ഹിനമാറ്റ്സുരി ഫെസ്റ്റിവലിലെ സ്പെഷ്യൽ ഡ്രിങ്കാണ് ഏത്? അമസെക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡോൾസ് ഫെസ്റ്റിവലിൽ പഠിച്ചു. പിന്നെ അതിൻ്റെ എന്താണ് പഠിച്ചത്? മീനിങ്സ് ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ? ഡിവോഷണൽ, എന്താണ് ഡിവോഷണൽ? റിലേറ്റഡ് ടു റിലീജിയസ് വർഷിപ്പ്, എന്താണ് നമ്മുടെ മതപരമായ ആരാധനകൾ. ഡിലീഷ്യസ്, വെരി ടേസ്റ്റി. ornamental, beautiful and used for decorating. emperor, a ruler of many countries. പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളെയാണ് എംപറർ എന്ന് പറയുന്നത്. റൊട്ടീൻ, ആക്ഷൻ ഡൺ റെഗുലർലി. നമ്മൾ ഓരോ ദിനവും, അതായത് റെഗുലർലി ചെയ്തു വരുന്ന കാര്യങ്ങൾ. ഡിഷ്യസ്, വെരി ടേസ്റ്റി, ഇതൊക്കെ നമ്മൾ നോട്ടിൽ എഴുതി പഠിച്ചായിരുന്നു. ഹാർഡ് വേർഡ്സ് ഒക്കെ പഠിച്ചായിരുന്നു. നെക്സ്റ്റ് നോക്കിയേ,
ടിക്ക് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ട്രൂ ഓർ ക്രോസ് ദ ഫോൾസ് വൺ. നോക്കൂ സ്റ്റേറ്റ്മെൻറ്റിൽ ട്രൂവും ഫോൾസും കണ്ടുപിടിക്കാനാണ് അല്ലേ. ഗോലു ഈസ് സെലിബ്രേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണോ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അല്ല. ഗോലു ഈസ് സെലിബ്രേറ്റഡ് ഇൻ തമിഴ്നാടു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ്. നവരാത്രി സെലിബ്രേഷൻ ലാസ്റ്റ് ഫോർ 15 days. ഫോൾസ്. സുന്ദൽ കണ്ടെയ്ൻസ് പൾസസ്. ട്രൂ. ഹിനമാത്സുരി ഈസ് ഓൾസോ കോൾഡ് വുമൻസ് ഡേ. അല്ല, ഗേൾസ് ഡേ ആണല്ലേ. അപ്പോൾ ഫോൾസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. അമസക് ഈസ് എ ഗോലു സ്പെഷ്യൽ ഡിഷ്. ഫോൾസ്. ദെൻ നോക്കൂ, ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോട്ട് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക. ആൻസേഴ്സ് അതിൽ നീറ്റായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ടീച്ചർ നോട്ടൊക്കെ കണ്ടതായിരുന്നു. അപ്പോൾ അത് ആ നോട്ട് വെച്ച് നിങ്ങൾ പഠിക്കുക. വാട്ട് ആർ ദ തിങ്സ് വി ഡു ഓൺ ഫെസ്റ്റിവൽ ഡേ? ഫെസ്റ്റിവൽ ഡേയ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? വി പ്രേ ടു ഗോഡ്. നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കും. മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കും. ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ കാണാൻ പോകാറുണ്ട്. ടേസ്റ്റി ഫുഡ്സൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫെസ്റ്റിവൽ ഡേയ്സിൽ നമ്മൾ ചെയ്യും. റൈറ്റ് 3 തിങ്സ് പീപ്പിൾ ഡു ഇറ്റ് സെലിബ്രേറ്റ് ഗോലു. 3 തിങ്സ് നമ്മൾ പഠിച്ചായിരുന്നു. ഹൗ ഡു ദ ജാപ്പനീസ് സെലിബ്രേറ്റ് ഹിനമാത്സുരി ഫെസ്റ്റിവൽ? റൈറ്റ് ദ നെയിം ഓഫ് 2 ഫെസ്റ്റിവൽ യു ലൈക്ക് ടു സെലിബ്രേറ്റ്. റൈറ്റ് 3 തിങ്സ് യു ലൈക്ക് അബൌട്ട് ഈച്ച് ഓഫ് ദം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ഫെസ്റ്റിവലിൻ്റെ പേരെഴുതാനും അതെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള 3 പോയിൻറ്റ്സ് എഴുതാനുമായിട്ട് നമ്മൾ നോട്ടിൽ എഴുതി കഴിഞ്ഞു അല്ലേ. ദെൻ നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് വൊക്കാബുലറി. എ പേഴ്സൺ ഫ്രം ഇന്ത്യ ഈസ് കോൾഡ് ആൻ ഇന്ത്യൻ. നമ്മൾ ഇന്ത്യയിലുള്ള ഒരു പേഴ്സണെ എന്ത് പറയും? ഇന്ത്യൻ എന്ന് പറയും. ജപ്പാൻ, ജാപ്പനീസ്. ശ്രീലങ്കയാണെങ്കിലോ ശ്രീലങ്കൻ. ദെൻ നോക്കി, ടു ടോക്ക് എബൌട്ട് മോർ ദാൻ 1 person ഫ്രം എ കൺട്രി. നമ്മുടെ ഒരു രാജ്യത്തിലെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ നോക്കിയേ, ഇന്ത്യ ഇന്ത്യൻസ്, ശ്രീലങ്ക ശ്രീലങ്കൻസ്. ദെൻ നോക്കൂ, മാച്ച് ദ നെയിം ഓഫ് ദ കൺട്രി വിത്ത് ദ വേർഡ് ഫോർ എ പേഴ്സൺ ഫ്രം ദാറ്റ് കൺട്രി. നോക്കൂ, വിയറ്റ്നാം വിയറ്റ്നാമീസ്, ഗ്രീസ് ഗ്രീക്ക്, കാനഡ കനേഡിയൻ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അമേരിക്കൻ, നെതർലാൻഡ് ഡച്ച്. ഒക്കെ നമ്മൾ മാച്ച് ചെയ്തായിരുന്നു അല്ലേ. നോട്ടിലും കുറച്ചുകൂടി നമ്മൾ ഡെവലപ്പ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ദെൻ നോക്കിയേ, ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എയും ആനും യൂസ് ചെയ്ത് എഴുതാനുള്ളത് അല്ലേ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ ആർ കോൾഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. നോക്കൂ, ബിക്കോസ് വെൻ വി യൂസ് എ ഓർ ആൻ ഇൻ നോട്ട് ഇമ്പോർട്ടൻറ്റ് വിത്ത് ദ പർട്ടിക്കുലർ പേഴ്സൺ തിങ് വി ആർ ടോക്കിംഗ് അബൌട്ട്. നെക്സ്റ്റ് എന്താ നോക്കിയത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ. വി യൂസ് with nouns when there is no doubt about which particular person or thing we are talking about. നമ്മൾ ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ പഠിച്ചു. അത് കഴിഞ്ഞ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് എ ഓർ ആൻ. എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്ത് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ഫില്ല് ചെയ്യണം. നമ്മൾ നോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഐ വാണ്ട് ടു ബൈ എ ന്യൂ കാർ. മൈ ബ്രദർ ഈസ് ആൻ ആർട്ടിസ്റ്റ്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ആൻ എലിഫൻറ്റ് cannot run as fast as a cheetah. An old Irishman went to a shop to buy a pair of scissors. നോക്കൂ, ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് എ ആൻ, എ അല്ലെങ്കിൽ ആൻ അല്ലെങ്കിൽ ദ ചേർത്ത് എന്ത് ചെയ്യുക? ഈ സ്പേസ് ഫില്ല് ചെയ്യാം. പുട്ട് എ ക്രോസ് ഇൻ ബ്ലാങ്ക് ഇഫ് നോ ആർട്ടിക്കിൾ ഈസ് നീഡഡ്. ആർട്ടിക്കിൾസ് വേണ്ടാത്തതിന് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. അതൊക്കെ നമ്മൾ ചെയ്തു അല്ലേ. ഫസ്റ്റ് ഒരെണ്ണം ടീച്ചർ പറഞ്ഞു തരാം. ഐ സോ എ ജിറാഫ്, എ പീകോക്ക് ആൻഡ് ആൻ ഓറാങ്കുട്ടാൻ അറ്റ് ദ സൂ. ഐ ഡു നോട്ട് ലൈക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം. അങ്ങനെ 4ഉം 5ഉം 6ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. The next activity, read the information about the girl and use the information to describe her to the class. Use the help word in the right column to form your sentences. നോക്കൂ, ഡീറ്റെയിൽസും ഹെൽപ്പ് വേർഡ്സും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡീറ്റെയിൽസ് റീഡ് ചെയ്യുക, ഹെൽപ്പ് വേർഡ്സ് നോക്കി കറക്റ്റായിട്ടുള്ളത് നോക്കൂ. നൈം റഹന സിദ്ദീഖ്. ദിസ് ഈസ് ഹെൽപ്പ് വേർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നീറ്റായിട്ട് നമ്മൾ ചെയ്തായിരുന്നു നോട്ടിൽ. അപ്പോൾ ഒന്ന് എല്ലാവരും അതും പഠിക്കുക. ഓക്കെ. Good morning. How are you? All are fine. Then in the teacher test paper പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഗുഡ് ബോയിയും മാജിക്കൽ ബുക്കിന്റെയും 2 chapters ടെസ്റ്റ് പേപ്പർ പറഞ്ഞിരുന്നു. അപ്പോൾ ടീച്ചർ ഇപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്യും. 1 hourനകത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ